നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താലൂക്ക് ബാങ്കിൽ എ ക്ലാസ് മെമ്പർഷിപ്പ് നിരസിച്ചു. പറവൂർ നഗരസഭാ കൗൺസിലർ AR ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലാണ് കൊടിയേറ്റിയത്. ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ IHKയുടെ 37ാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും ഈ മാസം 11, 12 തീയതികളിൽ പറവൂരിൽ നടക്കും. ശാസ്ത്ര സെമിനാർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. താലൂക്ക് ബാങ്കിൽ എ ക്ലാസ് മെമ്പർഷിപ്പ് നിരസിച്ചു. പറവൂർ നഗരസഭാ കൗൺസിലർ AR ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പറവൂർ താലൂക്ക് ബാങ്കിൽ എ ക്ലാസ് മെമ്പർഷിപ്പ് നിരസിച്ചതിനെ തുടർന്നാണ് പറവൂർ നഗരസഭാ കൗൺസിലർ ലിജി ലൈഘോഷ് പറവൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 2020 അന്നത്തെ ഭരണസമിതി അംഗവും ഇപ്പോഴത്തെ ബാങ്ക് പ്രസിഡന്റുമായ CP ജിബുവിന്റെ ശുപാർശയോടുകൂടിയാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇതിനുശേഷം പലവട്ടം ബാങ്ക് സെക്രട്ടറിയെ കണ്ട് മെമ്പർഷിപ്പിന്റെ കാര്യം തിരക്കിയെങ്കിലും മറുപടി ലഭിക്കാത്തതിനാൽ AR ഓഫീസിലെത്തി കഴിഞ്ഞ 14-ന് പരാതി നൽകി. എന്നാൽ ഇതിനും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് ലിജി ലൈഘോഷ് പറഞ്ഞു. ലിജി ലൈഘോഷിന് പിന്തുണയുമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N മോഹനനും എത്തി. ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത ആയിരക്കണക്കിന് പേർക്ക് വ്യാജ മേൽവിലാസത്തിൽ മെമ്പർഷിപ്പ് നൽകിയതായി ഡെന്നി തോമസ് ആരോപിച്ചു. താലൂക്ക് ബാങ്കിലെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ലിജി ലൈഘോഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൗൺസിലറൊപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തയ്യാറായത്. കഴിഞ്ഞ 3 വർഷക്കാലമായി താലൂക്ക് ബാങ്കിൽ മെമ്പർഷിപ്പിന് വേണ്ടി ശ്രീമതി ലിജി ലൈഘോഷ് അന്നത്തെ ബോർഡ് മെമ്പറായിരുന്ന CP ജിബു ഒപ്പിട്ട പേപ്പറാണ് നമ്മൾ താലൂക്ക് ബാങ്കിൽ സമർപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് CP ജിബു. പക്ഷേ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. ലിജി ലൈഘോഷിൻ്റെ മാതാവും അതുപോലെ ഭർത്താവ് ലൈഘോഷും ആ ബാങ്കിലെ മെമ്പർമാരായിരിക്കെ 20 വർഷമായി വിവാഹം ചെയ്ത് ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ നഗരസഭയുടെ കൗൺസിലറായി 3 വർഷമായി നഗരസഭ കൗൺസിലറുമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇവിടെ മെമ്പർഷിപ്പ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ AR ഓഫീസിൽ 1 മാസമായി പരാതി കൊടുത്തിട്ട് 1 മാസമായി പരാതി കൊടുത്തിട്ട് പോലും അതിന് പോലും റിപ്ലൈ ഇല്ല. ഇവർ മെമ്പർഷിപ്പ് ഇവിടെ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും വ്യാപകമായി ഇവർ കള്ള മെമ്പർഷിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കള്ള മിനിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് കള്ള മിനിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കൗൺസിലറായ ഒരു ജനപ്രതിനിധിയായ ശ്രീമതി ലിജി ലൈഘോഷിന് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ട് തന്നെ 2020 ജൂണിലാണ് ഞാൻ അപേക്ഷ വെച്ചത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം വന്നായതുകൊണ്ടാണ് നമ്മൾ കെടാമംഗലം ബ്രാഞ്ചിലാണെന്ന് അപേക്ഷ വെച്ചത്. ജിബു ചേറിൻ്റെ അടുത്താണ് വെച്ചാൽ. പക്ഷേ ഇതുവരെയും മറുപടി കിട്ടാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ മാസം ഏപ്രിലിൽ ഒന്നും കൂടി ഞങ്ങൾ വന്ന് അന്വേഷിച്ചു. അതിന് മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ വെച്ചിരുന്നു. പക്ഷേ എന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടും അതിന് മറുപടി ലഭിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന് ഞാനും ഹസ്ബൻഡും കൂടി വന്ന് അന്വേഷിച്ചിട്ടും തന്നില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്ന് ഒന്നും കൂടി വന്നത്. അപ്പോഴും സെക്രട്ടറി ഇല്ല എന്നുള്ള പേരാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് എന്നുള്ള മറുപടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ഡെനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ തുടർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലാണ് കൊടിയേറ്റിയത്. അത്ഭുതങ്ങളുടെ ആലയമായ ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി. കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടി കയറ്റിയതോടുകൂടിയാണ് 5 നാൾ നീളുന്ന തിരുനാളിന് തുടക്കമായത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ദേവാലയത്തിലേക്ക് എത്തിയ പിതാവിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആഘോഷമായാണ് വരവേറ്റത്. കൊടികയറ്റത്തിന് ശേഷം നടന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി വചനപ്രഘോഷണം നടത്തി. മെയ് 12 ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. വിശുദ്ധ അന്തോണീസിന്റെ ഈ 3 ബാധ്യസ്ഥകൾ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധി നൽകണമേ. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി അത് കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാവലാകുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടുകൂടി ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ചോദിച്ച ചോദ്യം, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? തീർച്ചയായിട്ടും ഞാനും നീയും നമ്മളെല്ലാവരും തന്നെ എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കാവൽക്കാരാണ് എന്ന ബോധ്യത്തോടുകൂടി ആ ലില്ലി പുഷ്പങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാൻ, വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വചന ശുശ്രൂഷ ചെയ്തുകൊണ്ട് നാവിൻ്റെ കെട്ടഴിക്കുവാനായിട്ട്, വിശുദ്ധ വചനങ്ങൾ പറയുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ IHKയുടെ 37ാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും ഈ മാസം 11-12 തീയതികളിൽ പറവൂരിൽ നടക്കും. ശാസ്ത്ര സെമിനാർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിൻ്റെ 37ാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും സംസ്ഥാന ശാസ്ത്ര സെമിനാറുമാണ് മെയ് 11-12 തീയതികളിലായി പറവൂരിൽ നടക്കുന്നത്. ത്വക്ക് രോഗങ്ങളിൽ ഫലപ്രാപ്തിയും പുതിയ മരുന്നുകളും ചികിത്സാ പുരോഗതികളും സെമിനാറിൽ ചർച്ച ചെയ്യും. ഈ വർഷത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള NK ജയറാം അവാർഡ് നേടിയ ഡോക്ടർ എസ് മണിലാലിന് പുരസ്കാരം സമ്മാനിക്കും. മെയ് 11 രാവിലെ 9:30 പറവൂർ PWD റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. മെയ് 12 രാവിലെ 11 വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശാസ്ത്ര സെമിനാർ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റജു കരീം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TH ഫൈസൽ, സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഫിലിപ്സൺ ഐപ്പ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ K മോഹൻകുമാർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ I സുമത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 37ാമത്തെ ആനുവൽ കൺവെൻഷനും 104ാമത്തെ ആനുവൽ സ്റ്റേറ്റ് സയൻറ്റിഫിക് സെമിനാറുമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ശനിയാഴ്ച രാവിലെ 37ാമത്തെ കൺവെൻഷൻ രാവിലെ നമ്മളുടെ ചെയർപേഴ്സണാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 9:30-ക്കാണ് ഇനോഗ്രൽ ഫംഗ്ഷൻസ് ഉള്ളത്. അന്ന് നമ്മളുടെ ബാക്കി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം 2ാമത്തെ ദിവസമാണ് നമ്മളുടെ 104ാമത്തെ സയൻറ്റിഫിക് സെമിനാർ നടക്കുന്നത്. അത് നമ്മുടെ രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ തീം മെയിൻലി ഡെർമറ്റോളജിയുമായി ബന്ധപ്പെട്ടുള്ള സ്കിൻ കംപ്ലയിൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എടുക്കുന്നത് ഡോക്ടർ മാത്യു കുര്യനാണ് നമ്മുടെ ലീഡിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഈ സെമിനാറിന് ഉള്ളത്. അതുകൂടാതെ ഡോക്ടർ മുഹമ്മദ് റഫീഖ് മെഡിക്കൽ ഓഫീസറാണ്, പറവൂരാണ് സ്വദേശം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുണ്ടാവും. പിന്നെ നമുക്ക് ഡോക്ടർ അശ്വിൻ പണിക്കരുടെ ക്ലാസ് ഉണ്ട്. അതേപോലെ നമ്മളിപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംഘടന നിൽക്കുന്ന നമ്മുടെ ഫസ്റ്റത്തെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കുട്ടിയാണ് ഡോക്ടർ വിസ്മയ. അവരുടെ പേപ്പറുകൾ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ 4 സെഷൻസ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ടാവുക. അതിനകത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ടാവും. നമ്മുടെ സംഘടനയ്ക്ക് 75ഓളം യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മളൊരു 600ഓളം ഡെലിഗേറ്റ്സിനെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്.
പുളിയനത്തെ പാറമടയിൽ വീണ്ടും മുങ്ങിമരണം. പാറമടയിൽ കുളിക്കാനിറങ്ങിയ വയോധികയാണ് മുങ്ങി മരിച്ചത്. 2 ദിവസം മുമ്പാണ് ഇവിടെ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചത്. പുളിയനം കുന്നുഭാഗത്തെ പാറമടയിൽ കുളിക്കാനിറങ്ങിയ പണ്ടാരക്കുളം വീട്ടിൽ കാർത്തുവാണ് മുങ്ങി മരിച്ചത്. 65 വയസ്സായിരുന്നു. അങ്കമാലി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പുറത്തെത്തിച്ച് അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താലൂക്ക് ബാങ്കിൽ എ ക്ലാസ് മെമ്പർഷിപ്പ് നിരസിച്ചു. പറവൂർ നഗരസഭാ കൗൺസിലർ AR ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലാണ് കൊടിയേറ്റിയത്. ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ IHKയുടെ 37ാമത് സംസ്ഥാന വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും ഈ മാസം 11, 12 തീയതികളിൽ പറവൂരിൽ നടക്കും. ശാസ്ത്ര സെമിനാർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.